ഹാഷ്മി, ആ മുതലപ്പുഴയിൽ നിന്നുള്ള വാർത്ത വരുന്നുണ്ട് കേട്ടോ. മുതലപ്പുഴയിൽ നിന്ന് കാണാതായ ഫ്രീമോന്റെ മൃതദേഹം കണ്ടെത്തി എന്നുള്ള വാർത്തയാണ് മുതലപ്പുഴയിൽ നിന്ന് വരുന്നത്. മിനിഞ്ഞാന്നാണ് ഈ മത്സ്യബന്ധനത്തിന് പോയ വള്ളം മുങ്ങിക്കൊണ്ട് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നത്. രണ്ടുപേരെയാണ് കാണാതായത്. അപ്പോൾ തെരച്ചിലൊക്കെ നടക്കുകയായിരുന്നു. ഇപ്പോൾ ഒരാളുടെ മൃതദേഹമാണ്. അതെ, ഇതൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ വിഴിഞ്ഞത്താവട്ടെ, ഇവിടെ മുതലപ്പുഴയിലാവട്ടെ, ഇവിടെ ഈ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പെട്ടുപോയത് ഇവർ അങ്ങോട്ട് പോയി തിരിച്ചു വരുന്ന വഴിയിൽ പെട്ടുപോയവരാണ്. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ മുൻകരുതലുകളെ അവഗണിച്ചു പോയ ആൾക്കാരല്ല എന്നുള്ളതാണ്. എങ്കിൽ കൂടിയും കടുത്ത വിലക്ക് പറയുന്നുണ്ട്. കടലിൽ പോകരുത്, കടലിൽ പോയി മീൻ പിടിക്കരുത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടും അരിപ്രശ്നവും നമുക്ക് മനസ്സിലാവും. പക്ഷേ ഈ പ്രിയപ്പെട്ട മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളുടെ നിങ്ങളുടെ ആരോഗ്യത്തെ കരുതി, നിങ്ങളുടെ സുരക്ഷ കരുതി തന്നെയാണ് പറയുന്നത്. അത് പരമാവധി കേൾക്കാൻ ശ്രമിക്കുക. ജിബിൻ JB ചേരുന്നു. ജിബിൻ, രാവിലെ ജിബിൻ അവിടെ ഉണ്ടായിരുന്നു. അവിടുത്തെ തെരച്ചിലിനെ പറ്റി ഒക്കെ ജിബിൻ പറയുന്നുണ്ടായിരുന്നു. തെരച്ചിൽ വൈകിയതിനെ പറ്റിയും പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു മൃതദേഹം കിട്ടി എന്ന സങ്കട വാർത്തയാണ് ഇപ്പോൾ പറയാനുള്ളത് പ്രേക്ഷകരോട്, അല്ലേ? ഹഷ്മിയ തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഈ അപകടം ഉണ്ടായതിനു ശേഷം രണ്ടുപേരെയാണ് കാണാതായത്. 5 തെങ്ങ് സ്വദേശിയായിട്ടുള്ള ശ്രീജിത്തിനെയും ഫ്രീമോൻ എന്ന് പറയുന്ന രണ്ടുപേരെയാണ്. രണ്ടുപേരും യുവാക്കളാണ്. 30 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ളവരാണ്. അതിൽ ഫ്രീമോന്റെ മൃതദേഹമാണ് അല്പസമയം മുമ്പ് കണ്ണാന്തുറയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. കണ്ണാന്തുറ എന്ന് പറയുന്നത് ഇവരെ കാണാതായി പെരുമാതുറ മുതലപ്പുഴയിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ അപ്പുറമാണ്. ശംഖുമുഖത്തിനും വെട്ടുകാട് പള്ളിക്കും ഇടയിലുള്ള ഒരു പ്രദേശമാണ് കണ്ണാന്തുറ എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് അല്പസമയം മുമ്പ് ഈ ഫ്രീമോന്റെ മൃതദേഹം ലഭിച്ചിരിക്കുന്നത്. ഇദ്ദേഹം കഴിഞ്ഞ ദിവസം കാണാതായ സമയത്ത് തന്നെ കോസ്റ്റൽ പോലീസ് വ്യക്തമാക്കിയിരുന്നതാണ്. കാരണം വലിയ രീതിയിലുള്ള തിരയടി ഉള്ളത് കൊണ്ട് ഈ പെരുമാതുറ മുതലപ്പുഴയിൽ മാത്രം പരിശോധന നടത്തിയാൽ പോരാ, ഈ ശംഖുമുഖം മുതൽ ഇങ്ങോട്ടേക്കുള്ള ഭാഗങ്ങളിൽ മുഴുവനായി പരിശോധന നടത്തണമെന്ന് അവർ വ്യക്തമാക്കിയതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ വിഴിഞ്ഞത്ത് നിന്ന് തിരിക്കുന്ന കപ്പൽ, കോസ്റ്റ് ഗാർഡിന്റെ ഉടമസ്ഥയിലുള്ള കപ്പൽ ഈ ശംഖുമുഖം മുതൽ തിരച്ചിൽ നടത്തി ഇങ്ങോട്ടേക്ക് വരുമെന്നാണ് അവർ അറിയിക്കുകയും ചെയ്യുന്നത്. അതിനിടയിലാണ് ഈ ഒരു മൃതദേഹം ഇപ്പോൾ കണ്ണാന്തുറ ഭാഗത്ത് തീരത്തടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ പ്രാഥമിക ഘട്ടത്തിൽ ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു ശ്രമത്തിലാണ് കഴക്കൂട്ടം പോലീസ്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഈ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുക. അതിനുശേഷം പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷമായിരിക്കും മൃതദേഹം വീട്ടുകാർക്ക് കൈമാറുകയും ചെയ്തത്. പക്ഷേ ഇനി ഒരാളെ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. കാരണം 5 പേരാണ് ഈ വള്ളം മറിഞ്ഞ അപകടത്തിൽപ്പെടുന്നത് 8 മണിയോടുകൂടി. അതിനുശേഷം 3 പേർ പിന്നീട് നീന്തി കരയ്ക്കെത്തി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇവരെ നീന്തി വരുന്ന സമയത്ത് കോസ്റ്റൽ പോലീസിന്റെ മത്സ്യത്തൊഴിലാളികളുടെ വള്ളവും എത്തിയാണ് മറ്റു 3 പേരെ കരയ്ക്കെത്തിച്ചത്. പക്ഷേ ഈ 2 പേർ ഏറെ നേരം പാറപ്പുകെട്ടിൽ പിടിച്ചു കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ആ സമയത്ത് ഈ കോസ്റ്റ് ഗാർഡിന്റെ കപ്പൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഒരു അപകടം ഒഴിവാക്കാമായിരുന്നു എന്നാണ് മത്സ്യത്തൊഴിലാളികൾ കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തത്. എന്തായാലും അതിദാരുണമായ ഒരു അപകടത്തിൽ ഒരാളുടെ മൃതദേഹം ഇപ്പോൾ കരയ്ക്കടങ്ങിയിരിക്കുകയാണ്. ഹാഷ്മി, ഒരിക്കൽ കൂടി മുതലപ്പുഴ മരണപ്പുഴയാവുന്നു. ഒരു മൃതദേഹം കൂടി കണ്ടെത്തുന്നു. ഇത് ഇപ്പോൾ നേരത്തെ ജിബിൻ JB പറഞ്ഞ മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക അവരിപ്പോൾ ഇന്ന് രാവിലെ എഴുതിയിട്ട് പറയുന്നതല്ല, ഇന്നലെയും പറയുന്നതല്ല, കഴിഞ്ഞ ആഴ്ച ഒക്കെ വർഷങ്ങളായി അവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ആശങ്കകൾ തന്നെ വീണ്ടും അത് ആവർത്തിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് അങ്ങേറ്റം സങ്കടമാണ്. ശരിയാണ്, മഴ, കടലാക്രമണം എന്നൊക്കെ പറയുമ്പോൾ തന്നെ അവിടുത്തെ ഈ അശാസ്ത്രീയ പുഴ നിർമ്മാണമൊക്കെ അതിലെ പ്രശ്നമാണെന്ന് കാലങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നതാണ്. ഇനിയെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.